ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ വിജയദശമിയും എന്താ പറയുക വിദ്യാരംഭം ഇങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫെസ്റ്റിവൽ ഡേയ്സ് ആണത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീട്ടിലെല്ലാം തന്നെ ഇത് ആഘോഷിക്കുന്ന വീടുകളിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹിന്ദു ഭവനങ്ങളിലെല്ലാം തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം, പിന്നെ ഇങ്ങനത്തെ കുറച്ച് വിഭവങ്ങൾ, പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അരവണ പായസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു, അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഇനി അതിന് പ്രധാനമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പൂജയുമായി ബന്ധപ്പെട്ടത്, ഈ പൂജ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് വിജയദശമി ഈ വിദ്യാരംഭമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന കാര്യം ഈ അരവണയ്ക്കൊപ്പം കൊടുക്കുന്ന ചുണ്ടലാണ്. ചുണ്ടൽ എന്ന് പറഞ്ഞാൽ കടല കൊണ്ട് ചെയ്യുന്നത്. ചില വീടുകളിലും ചില സ്ഥലങ്ങളിലും ഈ അമ്പലങ്ങളിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ പൂജ വെച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം ഈ പറഞ്ഞ പോലെ പായസം, ചുണ്ടൽ, പിന്നെ പഞ്ചാമൃതം, ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ കടല എന്ന് പറയുമ്പോൾ കടല വെച്ചുണ്ടാക്കുന്നതാണ് ചുണ്ടൽ. വെറുതെ താളിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അത് കറുത്ത കടലയിലും ചെയ്യും, ചില സ്ഥലങ്ങളിൽ വെള്ളക്കടലയിലും ചെയ്യും. വെള്ളക്കടലയിൽ ചെയ്യുമ്പോൾ തേങ്ങ ചിരകിയാണ് ഇടുന്നത്, അരിഞ്ഞല്ല ഇടുന്നത്. പക്ഷേ കറുത്ത കടലയിലാണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് തേങ്ങ മുറിച്ചിടും. അപ്പോൾ ഞാൻ എന്തായാലും കറുത്ത കടലയിലാണ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും ഈ വീട്ടിൽ കറുത്ത കടലയിലുള്ള ചുണ്ടലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതായത് ഒരു 1/4 കിലോ കടല ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല, പക്ഷെ നന്നായിട്ട് വേഗണം. ഇത് നോക്കിക്കോളൂ, ഇത് വേവിച്ച കടലയാണ്. ആവശ്യത്തിന് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. നോക്കി, ഈ വൈറ്റ് കടല ചെയ്യുകയാണെങ്കിൽ, വെള്ളക്കടലയാണെങ്കിൽ ഇച്ചിരി കൂടെ വേകും. അത് കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞ രീതിയിലാണ് ചിലരെല്ലാം ചെയ്യുന്നത്. അതിൽ തേങ്ങ ചിരകിയിട്ട് കടുകൊക്കെ താളിച്ച്, ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് അതിലും. പക്ഷേ കടല കുറച്ചുകൂടി കുറച്ചുകൂടി വെന്ത് കുഴഞ്ഞ മാതിരി ഇരിക്കും. ഇച്ചിരി കൂടെ കുഴഞ്ഞാലും കുഴപ്പമില്ല. അതാണ്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിന് ഒരു പാടുമില്ല, ഇപ്പം തീരും. തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ തീരും. അതായത് ഒരു താളിക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കടുകും വറ്റൽമുളകും ഒക്കെ കൂടുതലിടും. ഒരു 2 ടീസ്പൂൺ കടുകിടും, ഒരു 8 വറ്റൽമുളക് ഇത്രയും കടലേക്കിടും, മുറിച്ചിടും. പിന്നെ കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്, അത് വളരെ പ്രധാനം. തേങ്ങ ചെറുതായി അരിഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെയുണ്ട് കാര്യം, മുളക് പൊടിയും കൂടി ചേർക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കാണാൻ ഇതുപോലെ തന്നെ വെള്ളക്കടലയിൽ ചെയ്യാം. പക്ഷേ വെള്ളക്കടലയിൽ ചെയ്യുമ്പോൾ മുളക് പൊടിയൊന്നും ഇടില്ല. ഓക്കെ, തേങ്ങ ചിരകിയാണ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് ഇതിലേക്ക് ഇത് എല്ലാ കാര്യങ്ങളും കൂടുതലാണ്. 2 ടീസ്പൂൺ കടുകാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ആഹാ, 2 ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് കടുക്. നന്നായിട്ട് പൊട്ടട്ടെ. ഇനി തീ ഒരല്പം ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നമ്മുടെ വറ്റൽ മുളകിനെ എത്തണം. പിന്നെ റെഡിയാക്കി വെച്ചിരിക്കും. ആൻഡ് കറിവേപ്പില, ആവശ്യാനുസരണം നല്ല ഫ്രഷ് കറിവേപ്പില. ഇനി ഇതിൻ്റെ കൂടെ തേങ്ങ, ഒരു 1/2 കപ്പോളം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ. ഈ തേങ്ങ ഇടുന്നതിനനുസരിച്ച് രുചി കൂടും. അപ്പോൾ ആക്ച്വലി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി മുളക് പൊടി ഇടുന്നത് ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി ഒരുപാട് മൂത്ത് പോകും. അപ്പോൾ ഈ തേങ്ങയൊക്കെ പാകത്തിന് മൂത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കുന്നതിന് മുന്നെയാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കടല വേവിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ കടലയ്ക്ക് ഉള്ളിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ നന്നായിട്ട്. അപ്പോൾ നിറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുക. എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റിയാൽ മതി. വെള്ളം വേണ്ട, ഊറ്റിയെടുക്കാം. അങ്ങനെ ചെയ്യാം. ഇനി ഇത് അത്യാവശ്യം കളർ മാറി തുടങ്ങുന്ന ഒരു സമയത്ത് കടലയും കൂടി ചേർക്കണം. കടലയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെങ്കിലും ഒരല്പം ഉപ്പും കൂടി നമ്മൾ എന്തായാലും ഇതിനകത്തേക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ ചെറുതായി മാറി തുടങ്ങുന്നു. ഇത്ര മതി. അപ്പോൾ ഈ സമയത്ത് തീ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടല. ഇനിയാണ് നമ്മൾ മുളക് പൊടി ചേർക്കേണ്ടത്. മുളക് പൊടി ലാസ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റാണ് ചേർക്കുന്നത്. മുളക് പൊടിയുടെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർക്കണം എക്സ്ട്രാ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. ഓക്കെ, ഇനി നമുക്ക് മുളക് പൊടി, ഇത് പിരിയൻ മുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ നിറച്ച്. ഇനി ആ മുളകിന് ഒരു എന്താ പറയുക, പച്ചക്കുത്ത് വരാൻ പാടില്ല. അത് ഇതിൻ്റെ കൂടെ കിടന്ന് ശരിയാണ്. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും.
നല്ല മണം. ഇതെല്ലാം മുളക് പൊടി ഒന്ന് മൂക്കണം, അത്രേ ഉള്ളൂ. പച്ചച്ചുവ മാറും, അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, കുറച്ചുകൂടെ വേണമെങ്കിലും ഇടാം. അങ്ങനെ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം പാകത്തിന് ഊത്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഒരുപാട് നേരം പിന്നെയും ഇളക്കി ഇരുന്നാൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകില്ലേ. അപ്പോൾ ഇനി ഉടനെ തന്നെ പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യാം. ആഹാ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. പറഞ്ഞറിയിക്കാൻ മേത്ത സ്വാദ്. ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ ഒരു വൈറ്റ് പ്ലേറ്റിൽ ഞാനിങ്ങനെ വെച്ച് കാണിക്കുവാണ്. കാര്യം അത് കാണാനുള്ള ലുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ ആക്ച്വലി ഒരു ബൗളിലാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. അപ്പോൾ എടുക്കാനെല്ലാം ഈസി ആയിരിക്കും. അങ്ങനെ നമ്മുടെ പൂജ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് മഹാനവമി, പിന്നെന്താ പറയുക, നമ്മുടെ ഈ പൂജ എടുക്കൽ, പൂജ വയ്ക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചുണ്ടൽ ഇസ് റെഡി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പൂജയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ വീടുകളിലും അങ്ങനെ ഇത് ആഘോഷിക്കുന്നവരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ക്ഷേത്രങ്ങളിൽ ചെന്നാലും പൂജ വെച്ചിരിക്കുന്നിടത്തെല്ലാം കിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിക്കുന്നതിൻ്റെ ഒരു പണ്ട് ചെറുതിലുള്ള നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. അതുകൊണ്ട് പൂജ ഫെസ്റ്റിവൽ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പൂജാവധിയൊക്കെ വരുമ്പോൾ എന്താ കാര്യം, ഒന്ന് ചുണ്ടൽ കഴിക്കാം, അരവണ കഴിക്കാം, പിന്നെന്താ ഈ പഞ്ചാമൃതം കഴിക്കാം. പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ പഞ്ചാമൃതം തന്നെയാണ്. ഇത് പളനിയിലെ മുരുകക്ഷേത്രത്തിലൊരു പഞ്ചാമൃതം കിട്ടും, അത് വ്യത്യാസമാണ്. അതെന്ന് പറഞ്ഞാൽ പഴം നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് അതിനൊരു പഞ്ചാമൃതം ഉണ്ടാക്കിയെടുക്കുന്നത്. ടിന്നിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ റെഡിമെയ്ഡായിട്ട്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മൾ അവിടെ പോയപ്പോൾ എടുത്തിരുന്നു പണ്ട്, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമാണ്. ആ രീതിയിലും പഞ്ചാമൃതം ഉണ്ടാക്കാം. അതെങ്ങനെയാ വെച്ചാൽ പഴം, പ്രധാനം വേണ്ടത് പഴം, നല്ല പഴുത്ത പഴം. അപ്പം ഇത് രസകദളി എന്ന് പറയും ട്രിവാൻഡ്രം സൈഡിലൊക്കെ, പിന്നെ പൂജാകദളി എന്ന് പറയും. പിന്നെ അങ്ങനത്തെ ഏതെങ്കിലും നല്ല പഴം, പാളയംകോടനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പഴം എടുക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ 8 പഴം എടുക്കാൻ പോകണം. 8. ഇത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ തോട് കളഞ്ഞിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ മുറിക്കും. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈസി റെസിപ്പി. ഒരു എന്താ പറയുക, ബൈറ്റ് പീസസ്, ഒരുപാട് വലുതുമല്ല തീരെ ചെറുതുമല്ല, ബൈറ്റ് പീസസ് ഇങ്ങനെ. ഇത് സത്യമായത് ഇത്രയായല്ലോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതിലാണ് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. അപ്പോൾ 5 കാര്യങ്ങൾ ചേർന്ന് വരുന്ന അമൃത് പോലെയുള്ളൊരു കാര്യമാണ് പഞ്ചാമൃതം. 5. അപ്പോൾ പഴമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പഴത്തിൻ്റെ കൂടെ പിന്നെ ചേർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ശർക്കര, സാധാരണ കുറച്ച് ശർക്കരയും, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശർക്കരയും പഞ്ചസാരയും ചേർക്കും. ശർക്കര കുറച്ചേ ചേർക്കുള്ളൂ, കാര്യം അതിൻ്റെ കളർ അങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൗൺ ആകുന്നത് സാധാരണ ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഞാൻ പല സ്ഥലത്തും പല പൂജ വച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അത് പ്രധാനം. അപ്പോൾ 1, 2, 3 കാര്യങ്ങളായി, 4 കാര്യങ്ങളായി. പിന്നെന്താണ് പ്രധാനമായിട്ടുള്ളത്, തേനാണ് ചേർക്കുന്നത് ഇത് കൂടാണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര, ഒരല്പം ശർക്കര, പിന്നെ തേൻ. അപ്പോൾ മധുരം എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. മധുരം, തേനും പിന്നെ നെയ്യും, നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സ്ചറായിട്ട് മാറും. നോക്കിക്കോളൂ, കാണിച്ചു തരട്ടെ. അപ്പോൾ ഈ പഴത്തിലേക്ക് ഞാനൊരല്പം, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം, ശർക്കര ചീകിയതും അതോടൊപ്പം കുറച്ച് പഞ്ചസാര. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം പഞ്ചസാരയും. പിന്നെന്താണ്, അതിങ്ങനെ ഒന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈർപ്പം കൊണ്ട് ശർക്കരയൊക്കെ ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങിക്കോളും. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിൽ നട്ട്സ് ധാരാളമായിട്ട്, അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. ഇനി ഇതിൽ നല്ല ശുദ്ധമായ തേൻ, ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓക്കെ,
ഇതെല്ലാം ഒന്ന് അലിയുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം മധുരം പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ ക്രമീകരിക്കാം, കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് വരും. ഒരുപാട് എന്താ പറയുക, കുഴഞ്ഞ് പായസപ്പാവാകില്ല, പക്ഷേ കുറച്ചുകൂടി. ഇനി നമുക്ക് നെയ്യും കൂടി ചേർക്കാം. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ഓക്കെ, ഇനി ഇച്ചിരി നേരങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇത് ലൂസായി തുടങ്ങും ഇച്ചിരി കൂടി. കാര്യം ഈ ശർക്കര ഇപ്പോൾ ഒന്ന് അലിയണമല്ലോ. ഇത് കൈ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ മോഡേൺ വേർഷനിൽ കുറച്ച് മുന്തിരിങ്ങയും കൂടി ചേർക്കും, അതായത് നമ്മുടെ ഗ്രേപ്സ്. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഒരു ലുക്കായിരിക്കും. ആക്ച്വലി ഇത്രേ ആവശ്യമുള്ളൂ. ഇതാണ് നമ്മളുടെ പഞ്ചാമൃതം. ഇതേ നോക്കിയേ, ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായില്ലേ, ഇതെല്ലാം അലിഞ്ഞ് സെറ്റായി വരികയാണ്. ഇതിൻ്റെ കൂടെ സാധാരണഗതിയിൽ കുറച്ച് കൽക്കണ്ടും കൂടി പൊട്ടിച്ചിടും, ചെറുതായിട്ട് തരിതരിപ്പായിട്ടൊന്ന്, കൽക്കണ്ടിൻ്റെ കുറച്ച് വലിയ പീസസ്. പിന്നെ ഇതിലിപ്പോൾ ഈ പിൽക്കാലത്തായി വന്നൊരു മാറ്റമാണ് മുന്തിരിങ്ങ എന്ന് പറയുന്ന കാര്യം, ഗ്രേപ്സ്. ഞാൻ അതുകൊണ്ട് കുറച്ച് ഗ്രേപ്സും കൂടി ചേർക്കണം. ഞാൻ അതിൻ്റെ അരിയെല്ലാം മാറ്റി, ഇച്ചിരി വലിയ ഗ്രേപ്സ് ആയിരുന്നു. ഈ കളറിലെ ഗ്രേപ്സ് മാത്രമേ എനിക്കിന്ന് കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറിലെ ഗ്രേപ്സിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബ്ലൂയിഷ് കളറില്ലേ, അതാണ് വേണ്ടത്. ഇതിപ്പോൾ കുറച്ച് വലുതായിരുന്നു, അതിൻ്റെ അകത്തെ സീഡൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം മധുരം നമ്മളുടെ അളവനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. എനിക്ക് തോന്നുന്നു 1/2 ടേബിൾ സ്പൂൺ കൂടി വേണ്ടി വരും. അപ്പോൾ നെയ്യ്, തേൻ ഒരു 2 ടേബിൾ സ്പൂൺ, നെയ്യ് ഒരു 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. നെയ്യ് 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. നോക്കിയേ, നമ്മുടെ പഞ്ചാമൃതം ഈസ് റെഡി. കണ്ടോ, നല്ല കുഴഞ്ഞ ഭാഗത്തുനിന്ന്. കുഴഞ്ഞെന്ന് പറഞ്ഞാൽ പഴം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം കുഴഞ്ഞ് അതിൻ്റെ എല്ലാ ചേരുവകളും ഇങ്ങനെ മിക്സായി. ആഹാ, ടേസ്റ്റി ആയിട്ടിരിക്കാം, തേനും നെയ്യും ഒക്കെ. ഇനി ഞാൻ കുറച്ചുകൂടെ വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകും. അങ്ങനെ പൂജാ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട 2 പ്രധാന കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു കഴിഞ്ഞു കേട്ടോ, അരവണ പായസം. അരവണ, ആഹാ എന്താ ടേസ്റ്റ് അറിയാം. ഇതും അതുപോലെ ഈ 3 കാര്യങ്ങളുമാണ് നമ്മൾ പൂജാമുറിയിൽ കൊണ്ടിങ്ങനെ ആ പൂജ വെച്ചിരിക്കുന്ന കൊലുബൊമ്മകൾ വെച്ചാണ്. കൊലു വയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ബ്രാഹ്മിൻസ് ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കൊലു വയ്ക്കുന്നത്. അപ്പോൾ ഹിന്ദു ഭവനങ്ങളിലൊക്കെ സാധാരണ ആൾക്കാരാണെങ്കിൽ പോലും, ബ്രാഹ്മിൻസ് ആവണമെന്നില്ല, മറ്റ് വിഭാഗക്കാരാണെങ്കിലും പൂജ വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ സരസ്വതി ദേവിയുടെ വിഗ്രഹവും പിന്നെ കുറേ ബൊമ്മക്കുലു വയ്ക്കുന്ന കുറച്ച് വിഗ്രഹങ്ങളൊക്കെ കിട്ടും. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചൊക്കെ വയ്ക്കുക. അത് അവിടെയാണ് ഈ 3 നേരം പൂജയൊക്കെ ഉണ്ട്, ഈ 3 ദിവസം. അതായത് പൂജ വയ്ക്കുന്ന ദിവസം, പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജ എടുക്കുന്ന ദിവസം വരെ. അപ്പോൾ ആയുധ പൂജ എന്നും പറയുമല്ലോ, ആയുധ പൂജ. അപ്പോൾ നമ്മളുടെ തൊഴിൽ എന്താണോ, നമ്മൾ എന്ത് വെച്ച്, ഇപ്പോൾ പേന വെച്ച് എഴുതുന്ന ഒരാളാണെങ്കിൽ ആ പേന എല്ലാം പൂജ വയ്ക്കും. പിന്നെ ടൂൾസൊക്കെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ശരിക്കും വിശ്വാസമുള്ളവർക്ക് അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തുന്ന സമയമാണ്. ഇതൊരു കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഫസ്റ്റ് ടൈം കുഞ്ഞുങ്ങളെ കൊണ്ട് ഓം ഹരി ശ്രീ ഗണപതായ നമഃ എന്ന് പറഞ്ഞ് അരിയിൽ എഴുതിക്കുന്നത്. അപ്പോൾ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ ഒരു എന്താ പറയുക, പൂജ എടുക്കുന്ന ദിവസം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പൂജ കാര്യങ്ങൾ വയ്ക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മദർ അങ്ങനെ ചെയ്യുന്നത്, ഞാനും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേൺ. പിന്നെ ഈ പഞ്ചാമൃതം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പഞ്ചാമൃതങ്ങളുടെ റെസിപ്പീസ് കാണാൻ സാധിക്കും. പക്ഷേ അതൊക്കെ കുറച്ച് ബ്രൗൺ ആയിട്ടിരിക്കും, അത് ശർക്കരയിൽ പൊതിഞ്ഞിരിക്കുന്നത്. അത് നമ്മളുടെ പളനിയിലെ പഞ്ചാമൃതത്തിൻ്റെ ആ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാം, നന്നായിട്ട് ഉടച്ചിട്ട്. ഇത് ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ക്ഷേത്ര നഗരിയിലാണെന്ന് തന്നെ പറയാം, പത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ സരസ്വതി പൂജ വയ്ക്കുന്ന മണ്ഡപമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ചുറ്റോട് ചുറ്റും ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പൂജ വയ്പ്പിൻ്റെ, പിന്നെ എനിക്ക് തൊട്ട് വെളിയിലുള്ള ഭാഗത്തെല്ലാം ഒരുപാട് ബ്രാഹ്മിൻസ് താമസിക്കുന്ന അഗ്രഹാര തെരുവുകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും കൊലുബൊമ്മ വെച്ചിട്ട് ഈ കൊലു വയ്ക്കും. അപ്പം നമ്മളെല്ലാവരെയും ക്ഷണിക്കാറുമുണ്ട് അത്തരം വീടുകളിലേക്ക് പൂജ തൊഴാനായിട്ട്, അതായത് അവിടെ പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ പ്രസാദം പോലെ തരും. അങ്ങനെ ആ സമയത്തെല്ലാം ഇങ്ങനെ ഈ പ്രസാദം കഴിക്കാനായിട്ട് നടക്കുന്നൊരു സമയമാണ്. വിളിക്കുമ്പോൾ സന്തോഷമാണ്, ഒരുപാട് ഇങ്ങനത്തെ മധുരവും ഒക്കെ കഴിക്കാമല്ലോ, ചുണ്ടലും ഒക്കെ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെല്ലാം കാണുന്ന രീതി ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതായത് ഒരുപാട് ശർക്കരയുടെ കളർ മാറില്ല,
ഭയങ്കര പേസ്റ്റി ആക്കില്ല, ഇതുപോലെ. ഓക്കെ, ഇതിനകത്ത് പിന്നെ ഇംപ്രവൈസേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഡേറ്റ്സ്, ഈന്തപ്പഴം ഇടുന്നുണ്ടായിരുന്നു പഞ്ചാമൃതത്തിൽ. അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, എക്സ്ട്രാ ആയിട്ട്. അതെല്ലാം നല്ലതല്ലേ ടേസ്റ്റ് വൈസ്. അപ്പോൾ ഇനി കഴിക്കണ്ടേ, അതാണ് അത്യാവശ്യം. ഓക്കെ, അതായത് ചുണ്ടലൊരു അല്പം എരിവ്. അപ്പം നമ്മൾ ഈ നല്ല മധുരമുള്ള അരവണ പായസവും പിന്നെ പഞ്ചാമൃതവും ഒക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ഒരു ബ്രേക്ക് കിട്ടാനാണ് നമ്മൾ ചുണ്ടൽ കഴിക്കുന്നത്. നോക്കി ചുണ്ടൽ, അതിൻ്റെ ആ തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട്. കുറച്ച് എരിവൊക്കെ ഉണ്ടല്ലോ. ആൻഡ് അപ്പം ആ എരിവിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് മധുരം. എന്താ സ്വാദറിയോ? കുറേ അണ്ടിപ്പരിപ്പ് കിട്ടി. പഴം മാത്രമാണെങ്കിൽ ഇത്രയും ചവച്ച് വെച്ച് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ശരിക്കും എല്ലാത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റാണ്. തേനും പിന്നെന്താ നെയ്യും ശർക്കരയും പഞ്ചസാരയും ആ പഴവും, പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ അമൃത് പോലെ എക്സലൻറ്റ്. ഒന്നിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. പഴം നല്ലതായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ സെലക്ട് ചെയ്യണം. കറയുള്ള പഴമൊന്നും എടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് അത്ര നന്നാവില്ല. പക്ഷെ ഇങ്ങനെ ചെയ്താൽ എത്ര ടേസ്റ്റ് അറിയാം. അപ്പോൾ ഈ കോമ്പോ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിൻ്റെ കൂടെ ഒരു നമ്മുടെ അരവണ പായസം കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ണം ഒരു ചീള് ഇലയിൽ, വാഴ ഇലയിൽ ഇങ്ങനെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൂജ വയ്ക്കണ വീടുകളിൽ പോകുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ ഇവിടെ പൂജ വയ്ക്കുമ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. പൂജാമുറിയിൽ വന്ന് കാണിച്ചു കൊടുക്കും. നമ്മൾ വെറുതെ പൂജ വെച്ചിരിക്കുന്നത് നോക്കുമെന്ന് പറഞ്ഞ് കാണിക്കും. നമ്മളെല്ലാം കുഞ്ഞായിരുന്നപ്പോൾ സന്തോഷ ദിവസങ്ങളാണ്. പഠിക്കൊന്നും വേണ്ടല്ലോ, നമ്മുടെ പുസ്തകങ്ങളെല്ലാം പൂജാമുറിയിൽ പൂജ വെച്ചിരിക്കുമല്ലേ, സന്തോഷം. അപ്പോൾ ഇതെല്ലാം പല നൊസ്റ്റാൾജിക് ഓർമ്മകളുടെ ഭാഗമാണ്. അമ്മയൊക്കെ ജീവിച്ചിരുന്ന സമയം. ഇപ്പം നമ്മൾ അടുത്ത ജനറേഷൻ അതേപോലെ ആവർത്തിക്കുന്നു കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ട്രഡിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല ആചാരങ്ങളും, ഒരു മതം എന്നല്ല, എല്ലാ മതസ്ഥർക്കും ഒരുപാട് ആചാരങ്ങളുള്ള ഒരുപാട് വിശേഷ അവസരങ്ങളുണ്ട്. അതും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട്. അതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്തു നോക്കുക, എക്സലൻ്റ് ആണ്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ പൂജ ഫെസ്റ്റിവൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെന്താണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതാണ് ഇതിന് എനിക്ക് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ പുതിയ ചാനലായ ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്, അതിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എന്താ പറയണ്ടേ, ആ വീഡിയോസും ഒന്ന് കാണുക. എന്നിട്ട് അതിലും കുറച്ച് കമൻസ് ഒക്കെ തരിക. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് എനിക്കറിയാൻ വലിയ സന്തോഷം ഉണ്ടാവില്ല നിങ്ങളുടെ റെസ്പോൺസ്. അപ്പോൾ ആ രീതിയിൽ ചെയ്തു തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.